ഇനി അതിനൊക്കെ ശേഷം ഇനി നിങ്ങൾക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ലാസ്റ്റ് പാരഗ്രാഫ് മാത്രം ഒന്ന് ഞാൻ വായിച്ചു തരാം. എക്സ്റ്റേണൽ ഹെൽപ്പ് എന്ന് പറയുന്നത് ഇൻ ദ സിനാരിയോ ഓഫ് ഫുൾ ഫ്ലഡ്ജ് ഷോ ഡൗൺ വിത്ത് ദ സ്റ്റേറ്റ്. അതായത് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു, 2047 ആയപ്പോൾ നിങ്ങൾ വലിയൊരു ലഹള അതിവിടെ ഉണ്ടാക്കുന്നു. അങ്ങനെ അപ്പുറത്ത് മോദി, ഇപ്പുറത്ത് നമ്മളുടെ ജയിലിൽ ഇപ്പോൾ കിടന്ന് മൂത്രമൊഴിക്കുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് കരയുന്ന നമ്മളുടെ പോപ്പുലർ ഫ്രണ്ട് നേതാവൊക്കെ ഇങ്ങനെ നിന്ന് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നൊരു സമയം. ആ സമയത്ത് അവർക്ക് തോന്നുകയാണ് ഇത് ശരിയാവില്ല, നമ്മൾ വീണുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് നമ്മളുടെ പുതിയ ബാഹുബലിയെ വിളിക്കേണ്ട സമയമായിട്ടുണ്ട് എന്ന് തോന്നുമ്പോൾ അവർ എഴുതി വച്ചിരിക്കുന്ന ഇതാണ്: അപ്പാർട്ട് ഫ്രം റിലൈയിങ് ഓൺ അവേഴ്സ് ട്രെയിൻഡ് PE cadres, we should need help from friendly Islamic countries. നമ്മളുമായിട്ട് വളരെയധികം സൗഹാർദ്ദത്തിൽ നിൽക്കുന്ന സൗദി അറേബ്യ, UAE, പിന്നെ നമ്മളെ പാകിസ്ഥാൻ, ഇതുപോലെയൊക്കെയുള്ള വളരെ സൗഹൃദമായ രാജ്യങ്ങൾ. പിന്നെ ഇവരുടെ പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് തുർക്കിയാണ്. അവരുടെയൊക്കെ സഹായം നമ്മൾ വാങ്ങിക്കണം.